മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സംവിധായകനാകാൻ ഒരുങ്ങുന്നു. വർഷങ്ങളായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ മോഹൻലാൽ ഒരേ സമയം സംവിധായകനും നടനുമാകുമ്പോൾ മലയാള സിനിമയ്ക്ക് പുതുമകളും വ്യത്യസ്തകളും ഒരേ സമയം പകർന്നു തന്ന നവോദയ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് സവിശേഷതകളുള്ള ചിത്രമാകാൻ ഒരുങ്ങിയാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം. ആദ്യമായി ഒരു ത്രിമാന ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ എഴുതിയ ഇംഗ്ലീഷ് കഥ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ ആണ് സിനിമയാവുന്നത്. മലയാള സിനിമയിൽ പല മാറ്റങ്ങൾക്കും വഴിതെളിച്ച നവോദയ അപ്പച്ചന്റെ മകനാണ് ജിജോ പുന്നൂസ്. 1982 മലയാളത്തിലെ ആദ്യ 17mm ചിത്രമായ മമ്മൂട്ടിയുടെ മകനായി മോഹൻലാൽ എത്തിയ പടയോട്ടത്തിന്റെ സംവിധായകനും ജിജോയാണ്. നൂതനമായ സാങ്കേതിക വിദ്യകൾ മലയാള സിനിമയിൽ പ്രാവർത്തികമാക്കപ്പെട്ടത് ജിജോയുടെ പ്രയത്നഫലമായിട്ടാണ്. അതിനൂതന ശബ്ദവിന്യാസം മലയാളത്തിൽ ആദ്യം പ്രയോഗിക്കപ്പെട്ടത് 1997 കുട്ടിച്ചാത്തൻ രണ്ടാമതും വെള്ളിത്തിരയിൽ അവതരിക്കപ്പെട്ടപ്പോഴാണ്. 1992 ബൈബിളിനെ ആസ്പദമാക്കിയുള്ളൊരു ഹിന്ദി സീരിയലും അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ചെന്നൈയിലുള്ള കിഷ്കിൻഡ പാർക്കും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നവോദയ മാസ് എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം ഇപ്പോൾ. മാജിക് എന്ന ത്രിമാന ചിത്രത്തിന്റെ സംവിധായകൻ ജോസ് പുന്നൂസ് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. മോഹൻലാലിന്റെ ബ്ലോഗ് വഴിയാണ് താരം ചിത്രത്തിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബറോസ് എന്നാണ് ചിത്രത്തിന്റെ പേരെന്നും ഇതൊരു 3D ചിത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബറോസായി അഭിനയിക്കുന്നത് താൻ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മലബാർ തീരദേശം ഇത്താണിത്. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചനയാണ്. ഗാമയുടെ നീതി സൂക്ഷിക്കുന്ന ആളാണ് ബറോസ്. ഗാമയുടെ യഥാർത്ഥ പിന്തുടർച്ചക്കാർ വന്നാൽ മാത്രമേ ഈ നീതി കൈമാറുകയുള്ളൂ. ഗോവ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്നത്. സിനിമയിൽ ബറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ്. കൂടാതെ ചിത്രത്തിലെ മറ്റു താരങ്ങൾക്കായുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. ചിത്രത്തിൽ ഒരുപാട് വിദേശ താരങ്ങളുണ്ടാകുമെന്നുള്ള സൂചനയും താരം ബ്ലോഗിലൂടെ നൽകിയിട്ടുണ്ട്. ബറോസിനെ തേടിയെത്തുന്ന ആ കുട്ടിക്കായുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞെന്നും താരം പറഞ്ഞു. പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ഈ സിനിമ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ ലോകം തീർക്കുമെന്നും ലാലേട്ടൻ ബ്ലോഗിലൂടെ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബറോസിനെ ലഭിച്ചതിനെക്കുറിച്ചും ലാലേട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. താനും പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറും കൂടി ഒരു 3D സ്റ്റേജ് ഷോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ തങ്ങൾ പോയി കാണുകയായിരുന്നു. അദ്ദേഹത്തിനോട് സംസാരിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ അത്രയും ഭീമമായ തുക കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ആ പദ്ധതി മാറ്റിവെക്കുകയായിരുന്നു. ജിജോയുമായുള്ള സംസാരത്തിനിടയിലാണ് അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷ് കഥയെക്കുറിച്ച് സംസാരിച്ചത്. അതൊരു മിത്തായിരുന്നു. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചനയാണ്. കഥ കേട്ടപ്പോൾ ഇത് സിനിമയാക്കിയാൽ നന്നാവുമല്ലോ എന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് ബിറോസ എന്ന സിനിമ എൻ്റെ ഉള്ളിൽ പിറക്കുന്നതെന്നും ഗോവയായിരിക്കും ലൊക്കേഷനെന്നും ലാൽ പറയുന്നു. സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞെന്നും തുടർ സിനിമയായിട്ടായിരിക്കും സൃഷ്ടിക്കപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. 3D സ്റ്റേജ് ഷോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താനും സംവിധായകൻ TK രാജീവ് കുമാറും ജിജോയെ ചെന്ന് കണ്ടപ്പോഴാണ് കഥ വായിക്കുന്നതും സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.